ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ അടുക്കളയിലെ ഒരു ചെറിയ വ്ളോഗായിട്ടൊന്ന് വന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീച്ചത് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ ചായക്കിന്ന് കടി ചപ്പാത്തി കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നന്ദുവിനും സിനുവേട്ടനാണ് നേരത്തെ പോകാനുള്ളത്. അമ്മയ്ക്കിന്ന് ലീവാണ്. അബി പിന്നെ 8 മണിയാകുമ്പോൾ പോവുള്ളൂ. അപ്പോൾ ഇതാ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അതിൻ്റെ മുന്നേ നായക്കുട്ടീനെ റോക്കിമോനെ ഒന്ന് നോക്കിയപ്പോൾ റോക്കിമോൻ നല്ല ഉറക്കില്ല. പിന്നെ കൂട് തുറക്കണ്ട വിചാരിച്ചു കേട്ടോ. അതൊക്കെ അവിടെ തന്നെ വെച്ച് പോന്ന്. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അമ്മ കേട്ടോ. ഈ ചപ്പാത്തിക്ക് മാവ് ഉരുട്ടണതൊക്കെ അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത്. അമ്മേൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തതാട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്കിങ്ങനെ പഠിപ്പിച്ച് തന്നാൽ ഞാൻ വീഡിയോ എടുത്ത് തരുന്നുണ്ടെന്ന്. എന്തായാലും അമ്മ അതൊക്കെ വീഡിയോ എടുത്തെന്ന്. അമ്മ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയിട്ടോ. വെള്ളം വന്നിട്ടുണ്ടെന്ന് രാവിലെ തന്നെ. അപ്പോൾ അത് നിറയ്ക്കാൻ പോയി. അങ്ങനെ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ ഞാൻ വീണ്ടും വിളിച്ച് ഒന്ന് വന്ന് വീഡിയോ എടുത്ത് തരീന്ന്. അപ്പോൾ ചപ്പാത്തി പരത്തുന്നത് വീഡിയോ എടുക്കാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മ എടുക്കുന്ന വീഡിയോയിൽ എൻ്റെ തല ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ തല കാണില്ല ഇതിലെന്ന്. അപ്പോൾ ഞാൻ പറയും കുറച്ചുകൂടെ ബാക്കോട്ട് നിന്ന് വീഡിയോ എടുക്കുന്നാലല്ലേ എൻ്റെ തല കാണുള്ളൂ എന്ന്. അങ്ങനെ അമ്മ അപ്പോൾ അത് കേട്ടപ്പം കുറച്ചുകൂടി ബാക്കോട്ടേക്കൊക്കെ നിന്ന് വീഡിയോ എടുക്കണേ. അപ്പോൾ ഞാൻ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പരത്തി ചുടുണ്ട്. ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് രണ്ടാൾക്കും ചായയും കൊടുക്കണം. പിന്നെ നന്ദുമോൾക്ക് ചപ്പാത്തി കൊണ്ടുപോകണം. ചപ്പാത്തിക്ക് കറി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പം ചെമ്മീൻ ഫ്രൈയും ചപ്പാത്തിയും നന്ദുമോൾ കൊണ്ടുപോകണം. പിന്നെ രാവിലെ നന്ദു വല്ലാതെ കഴിച്ചിട്ടല്ല പോവുക കേട്ടോ. രാവിലെ ചില സമയത്തൊക്കെ ഒരു കഷ്ണം ചപ്പാത്തി ഒരു ഇഡ്ഡലി അങ്ങനെയൊക്കെ തിന്നിട്ടാണ് പോവുക. ചില ദിവസം ഒന്നും കഴിക്കാതെ പോകും. എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണത് ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ. നന്ദുവിന് അത് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഒരു ശീലമാട്ടോ, ഒന്നും കഴിക്കാതെ പോകൽ. അപ്പോഴേക്കും സിനേട്ടൻ ചായ കുടിക്കാനൊക്കെ ഇരുന്നിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാൻ ഇരുന്ന്. നന്ദുമോളും ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അങ്ങനെ നന്ദുവിന് പിന്നെ ചായ കുടിക്കുന്ന കാര്യമേ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഉൾക്ക് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും വേണ്ട 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 പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകുന്നു. അപ്പോൾ സിനേട്ടൻ പറഞ്ഞു വാ ഞാനൊരു ചപ്പാത്തി തരാറപ്പോൾ വേണ്ട പറഞ്ഞിട്ട് പോകട്ടത്. അവൾക്ക് രാവിലെ തിന്നാൽ എന്തോ പോലെയാണെന്നാണ് പറയുക. എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറയാട്ടോ. പിന്നെ ചെറിയൊരു കുറുമ്പുമാണ് അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ കുറുമ്പാണ്. അതൊക്കെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പല രീതിയിലും വിലയിരുത്തരുത് ആളുകൾ. ഞാനൊരു ഷോർട്സ് ഇട്ടു ഈ ഒരു ഭാഗം. അതിനൊരുപാട് വിലയിരുത്തലുകളാണ് കണ്ടത്. ഇതൊക്കെ ഒരു സ്നേഹം, അവർക്കൊരച്ഛൻ്റെ സ്നേഹം തിരികെ കിട്ടിയ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അല്ലാണ്ട് കുട്ടിക്ക് ഓവർ, അങ്ങനെ ഓവർ, ഇങ്ങനെ ഓവർ, അവൾ വലിയ കുട്ടിയാണ്, അവൾ വലിയ പെണ്ണാണ്, ഞങ്ങൾക്ക് അവൾ ചെറുതാണ്, 18 വയസ്സാണ് വെച്ചിട്ട് അവൾ വലിയൊരു പെണ്ണായി വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ആ ഒരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ടാവും. ഞങ്ങളവളങ്ങനെ ഓമനിച്ച് വളർത്തുന്നതാണ്. അതുപോലെ തന്നെയാണ് സിനേട്ടൻ അവൾക്ക് ഒരു കൊച്ചുകുട്ടിയായിട്ട് തന്നെയാണ് അവളെ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബോണ്ടാണത്. അതിനെ പല രീതിയിലും വിലയിരുത്തിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മളെ മക്കളെ എങ്ങനെയാണ് ഏതാണ് ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ കുഞ്ഞിനെ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കുക, അതൊന്നും നമ്മൾ കമൻറ്റിൽ ആളുകൾ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കമൻറ്റിൻ്റെ ആവശ്യം അവിടെ വരണില്ല. അതെന്തായാലും അങ്ങനെ അങ്ങോട്ട് പോവട്ടെ. അപ്പോൾ ഇവർ രണ്ടാളും പോകാൻ ഇറങ്ങി. ഇപ്പോൾ പാപ്പു നന്ദുവിനൊരു ഉമ്മൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണത്. അപ്പോൾ വണ്ടിമേൽ നന്ദു കയറിയിട്ട് ബസ് കയറണ അവിടെ പോയി ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്, നമ്മുടെ പഴയ ബാങ്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനായിട്ട്. അപ്പം നന്ദു അമ്മയും രാവിലെ സിനേട്ടൻ്റെ കൂടെയാണ് പോവുക അവിടെ ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നന്ദു ഒറ്റയ്ക്ക് പോണത്. അമ്മയ്ക്ക് ഇന്ന് കമ്പനിയിൽ മരം ഇല്ലാത്തതുകൊണ്ട് അമ്മ ലീവാണ്. അങ്ങനെ അവർ പോണത് നോക്കി നിന്ന് അവർ പോയിട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൊലായി നിന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. ഇനി കുറച്ച് ബാക്കി പണികൾ മൊത്തം കിടക്കുകയാണല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഇനി കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കിയിരിക്കും. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. രാവിലെ വാട്സപ്പോ യൂട്യൂബോ ഒന്നും നോക്കിയിട്ടില്ല. അതിന് മുന്നേ ഞാൻ ചായൻ്റെ പണിക്കാണ് കയറുക. എന്നിട്ട് ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയതിൻ്റെ ശേഷം പിന്നെ ബാക്കി പണികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ അമ്മ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെടികളൊക്കെ വാടി കരിഞ്ഞു ഉഷാറായി. നല്ലോണം പൂവിടണ ഒരു തെച്ചിപ്പൂവാട്ടോ. അതൊക്കെ ആകെ അലമ്പായി. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ കിണറിനൊക്കെ ഇനി വെള്ളം കൊണ്ടുവരണം. ചോറ് വയ്ക്കണ വെള്ളം, ചായ ഉണ്ടാക്കണ വെള്ളമൊന്നും ഇല്ല. ഞങ്ങൾ ജപ്പാൻ്റെ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലില്ല കേട്ടോ. കിണറൊക്കെ നന്നാക്കിയാൽ പഞ്ചായത്ത് കിണർ നന്നാക്കിയപ്പോൾ പിന്നെ അതൊന്നും തന്നെയാണ് കൊണ്ടുവരൽ. ആദ്യം അതൊന്നും തന്നെയാണ് കൊണ്ടുവരൽ. പിന്നെ അതിൽ പൂച്ച വികലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ മുടങ്ങിക്കിടന്ന്. പിന്നെ ബ്ലീച്ചിങ് പൗഡറുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഊറിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും ഇപ്പം കിണറിന് മുക്കൽ തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പം വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് തിരുമ്പാൻ ഇറങ്ങണം. കുറച്ച് തിരുമ്പാനുണ്ട്. അപ്പോൾ വേഗം ചോറിന് വെള്ളം വെച്ചാൽ പിന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ വന്ന് അരി ഇട്ടാൽ തിരുമ്പലും അവിടെ നടക്കും, ചോറ് വയ്ക്കലും അവിടെ നടക്കും. അപ്പോൾ തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടോ. മുടിയൊക്കെ പാറിയിട്ട് വയ്യ. ഇന്നലെ ഷാമ്പു ഇട്ട് കുളിച്ചതാണ്. അപ്പം മുടിയൊക്കെ നല്ലോണം വെളിച്ചെണ്ണ തേച്ച് ഒട്ടിച്ച് വെച്ചിനെ.
എന്നിട്ടൊരു ക്രാബ് എടുത്ത് അങ്ങോട്ട് ഇട്ട് അങ്ങനെ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് തീ പിടിപ്പിക്കാൻ ഓലക്കൊടി വെച്ചിട്ടാട്ടോ തീ പിടിപ്പിക്കുന്നത്. പെട്ടെന്ന് കത്തി കിട്ടുമല്ലോ. തെങ്ങുമൊന്നും മെനിയാന്നൊരു ഓല വീണപ്പോഴേ അത് എടുത്തുകൊണ്ട് വെച്ച് അങ്ങനെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് വേണം ഇനി കുറച്ച് തുണി മിഷ്യലിലിടണം. കാരണം ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ച് മിഷ്യലിലിട്ടിട്ട് പിന്നെ വെള്ള കളറുള്ളതൊക്കെ കല്ലുമ്മൽ തിരുമ്പാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഈ അടുക്കള വ്ളോഗ് കാണാൻ ഒരുപാട് പേര് എന്നോട് പറയും വീഡിയോ ഇടൂ വീഡിയോ ഇടൂ വീഡിയോ ഇടൂ. വീഡിയോ ഇട്ടാലോ കാണാൻ വളരെ അധികം പേരും മറന്നു പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു ചെറിയ അടുക്കളയിൽ നിന്ന് ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്തിട്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും കാണുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. 100 ആൾ കണ്ടാൽ 100 ആൾ കണ്ടാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചാനൽ തുടങ്ങിയത്. അത് വലിയ കൊമ്പത്തെത്താ ഇതൊന്നും ഒരുപാട് വാരാ എന്നൊന്നും വിചാരിച്ച് വന്നതല്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു ചാനലേനി. പിന്നെ അത് ദൈവം എന്തോ ഒരു വരുമാന മാർഗ്ഗം ആക്കി തന്ന്. പക്ഷേ മാസം വരുമാനം ഇല്ലെങ്കിലും ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ചെറിയൊരു വരുമാനമുണ്ട്. അപ്പോൾ ആ വരുമാനം കൊണ്ട് കഴിയണ കാര്യങ്ങളൊക്കെ അതുകൊണ്ടും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിയണ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചെയ്യലുണ്ട്. അപ്പം ഇനി വ്ളോഗൊക്കെ ഇട്ടാൽ തന്നെ നമുക്കിതൊന്ന് അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും വ്ളോഗ് മുടങ്ങി കിടക്കുകയല്ലേ, വ്ളോഗ് ഇട് എന്നിങ്ങനെ പറയാം. നമ്മളങ്ങനെ ഇൻട്രസ്റ്റ് ആക്കി തരാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ യൂട്യൂബിൽ. ഞാൻ ലൈവ് ഇടുമ്പോഴായാലും എപ്പോഴായാലും ലൈവ് ഇടുമ്പോൾ വീഡിയോ ഇട് റീനു ഞങ്ങൾ കാണാമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ. ആ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ഈ ഇൻട്രസ്റ്റ് വരുന്നത് വീഡിയോ ഇടാനുള്ള. എന്തായാലും വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെ അഭ്യർത്ഥനയും എല്ലാവരുടെ സന്തോഷവും ഒക്കെ കണക്കിലെടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാൻ വിചാരിച്ച്. അപ്പം നല്ല വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയിൽ ചെമ്മീൻ മത്തിയും കൊണ്ടുവന്നിനി. ചെമ്മീൻ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഫ്രൈ ഉണ്ടാക്കി പറഞ്ഞല്ലോ. പിന്നെ മത്തിയാണ്. അപ്പോൾ ഇതൊന്ന് ഒരു മുളക് കറി വെക്കാം. അപ്പോൾ അത് മുറിക്കണം. ഫ്രീസറിനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ, തണുപ്പ് കുറയാൻ വേണ്ടിയിട്ടേ. അങ്ങനെ മാറ്റി വെള്ളമാക്കി റെഡിയാക്കി വെച്ച് കൊടുത്തത്. ഇനി കുറേ തുണി ഉണ്ട് പറഞ്ഞില്ലേ, അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാരി മിഷ്യലിലിടണം. ബാക്കി കാര്യങ്ങൾ കല്ലുമ്മൊന്നും തിരുമ്പണം. അതൊക്കെ ഒന്ന് പോയി നോക്കി വന്നതാണ്. ഏറ്റവും വലിയൊരു പണി കേട്ടോ തുണി തിരുമ്പുക എന്ന് പറയുന്നത്. പുറത്തുനിന്ന് തിരുമ്പൽ ഈ ഡിസ്കിന് പ്രോബ്ലം ഉള്ള കാരണം ഒരുപാടൊന്നും അങ്ങനെ തിരുമ്പാൻ വയ്യ. അപ്പം ഞാൻ കുറച്ച് മിഷ്യലിൽ വാരിയിടും ചില ദിവസം. അല്ലെങ്കിൽ ഞാൻ മൊത്തം പുറത്തുനിന്ന് തന്നെ തിരുമ്പും കേട്ടോ. വയ്യായും കാര്യങ്ങളൊന്നും ഞാൻ നോക്കൂല. അങ്ങനെ നമ്മളെ റോക്കിമോനെ കണ്ടല്ലോ കൂട്ടിലല്ലേ. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. കാരണം രാവിലെ അടിച്ച് വാരിയിട്ട് തീ ഇട്ടിട്ടുണ്ട്. ഇനി തീ കത്തി കഴിഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൊത്തം ഒന്ന് അടിച്ച് വാരിയിട്ട് ഞാൻ തീ ഇടും. എന്നും അടിച്ചു വരെങ്കിലും ഇടയ്ക്ക് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് വാരി എല്ലാം അങ്ങോട്ട് തീയിട്ട് അങ്ങോട്ട് ശരിയാക്കും. അങ്ങനെ ഇടയ്ക്ക് അത് തീയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു പൊറുതിയിടാം. അപ്പോൾ അത് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ടാങ്കിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിന്. ഇതൊക്കെ വെള്ളം നിറച്ച് വെച്ചതാട്ടോ. കാരണം ഇവിടെ ജപ്പാൻ വെള്ളം ഇടയ്ക്ക് 2 ആഴ്ച, ഒരാഴ്ച, 5 ദിവസം ഒക്കെ വരാതെയാകും. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം നിറച്ച് നല്ലോണം കെട്ടി വെച്ചാൽ കൊതുകും നിറയില്ല, വെള്ളം വേസ്റ്റ് ആവുകയെ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വരാതെ വന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ ഈ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടും വെള്ളം വരലില്ലെങ്കിൽ ഞങ്ങൾ വെള്ളം അടുപ്പിക്കലാട്ടോ. അപ്പോൾ അത് ഞാൻ തുണി തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. കുറച്ച് തുണി മിഷ്യലിട്ട് കറക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിന്. അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കട്ടെ. തിരുമ്പുക എന്ന് പറയുന്നത് വല്ലാത്തൊരു റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അല്ലേ. എല്ലാവർക്കും കുറച്ചൊരു മടിയുള്ള കാര്യം ഇതായിരിക്കും. അടുക്കളയിലെ പണിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് വേഗം തീർക്കാം. ഈ പുറമേ ഉള്ള പണി നമുക്ക് തീരാനായിട്ടുള്ള ഒരു മടി ഉണ്ടാവുക. എന്തായാലും തിരുമ്പാനുള്ളത് നമ്മൾ തിരുമ്പ് തന്നെ വേണം. രാവിലെ ആ വെയിൽ കാണുമ്പോൾ ഇതങ്ങോട്ട് ആ അയിലുമേൽ വിരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഉള്ള വെയിൽ പോവല്ലോ എന്നുള്ളൊരു ബേജാറാണേ. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് തുണികളൊക്കെ തിരുമ്പാൻ നിന്നത്. അമ്മ കമ്പനിയിൽ മാക്സിൻ്റെ മുകളിൽ ഇടുന്ന ഷർട്ടാട്ടോ. അപ്പോൾ അതൊക്കെ തിരുമ്പി ഉഷാറാക്കി. അപ്പോഴേക്കും അമ്മ അതാ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. കിണറിന് വെള്ളം കൊണ്ടുവന്നാൽ 2 ബക്കറ്റ് നിറക്കി കേട്ടോ. ഞാൻ വെള്ളം കൊണ്ടുവരാതായിട്ട് ഒരുപാട് കാലമായി. അമ്മ തന്നെയാണ് ഇവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനത്തെ എന്താ പറയുക, ഈ ഉരവേന വന്നതിന് ശേഷം വല്ലാതെ ഞാൻ കുട ഒന്ന് നമ്മുടെ ഉരേമൽ വെച്ചിട്ട് കൊണ്ടുവരില്ല. അപ്പം അമ്മ തന്നെയാണ് വെള്ളമൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുന്നത്. അപ്പോൾ ഇത് കിണറിന് പോയി കൊണ്ടുവരണം. അപ്പം അവിടേക്ക് പോകുക, മുക്കുക, കൊണ്ടുവരിക ഒക്കെ അമ്മ തന്നെ. ഇനി ഏതായാലും വെള്ളമൊക്കെ തിളയ്ക്കാനായിന്. അരി ഇടട്ടെ കേട്ടോ. അരി എടുത്തുകൊണ്ടോന്ന് അരി ഇടുകയാണ്. നമ്മുടെ റേഷൻ കടയിലെ അരി താളനരി കേട്ടോ. പെട്ടെന്ന് വേവും. അതുകൊണ്ട് നമ്മളെ തിരുമ്പലോടെ കഴിയുമ്പോഴേക്ക് ചോറ് ഇവിടെ റെഡിയാവും. പിന്നെ നമുക്ക് കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കുളിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പണീൻ്റെ ഇടയിൽ കൂടെ വേറൊരു പണിയും കൂടി നടത്തിയാലേ നമ്മളെ പണി നടക്കുള്ളൂ. എന്നാലും സമയം നല്ലോണം വേഗൂട്ടോ പണി കഴിയാനായിട്ട്. 1:30 ഒക്കെ അടുത്താവും പണി കഴിയണമെങ്കിൽ. എല്ലാവരും ചോദിക്കും വീട്ടിലൊക്കെ എന്താ പണിയുള്ളത്, ഒരു പണിയില്ലല്ലോ എന്നറിയും. പക്ഷേ വീട്ടിലുള്ള പണി ആരും കാണില്ല. വീട്ടിൽ നല്ല പണി തന്നെ ഉണ്ടാവും അല്ലേ. എടുക്കണവർക്ക് അറിയാം നല്ല പണിയാണെന്ന്. എടുക്കാത്തവർക്ക് പണിയൊന്നും ഉണ്ടാവില്ല. എടുക്കണവർക്ക് അതൊരു പണി തന്നെയാണ്.
അങ്ങനെ നമ്മുടെ ചോറിന് അരിയിട്ട് കുറച്ച് കട്ടൻ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, ചൂടുള്ളത്, ആ ഒരു രസമാണ്. അപ്പോൾ ആ ചോറ് വെന്തിട്ടോ ആ സമയം കൊണ്ട്. അപ്പോഴേക്ക് തുണിയൊക്കെ ഏകദേശം തിരുമ്പി കഴിഞ്ഞ് ഇനി 1-2 കൂടിയുള്ളൂ. അപ്പോൾ ഈ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് തിരുമ്പാൻ പോവാ വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ചോറ് ഊറ്റൽ. എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ ഇങ്ങനെ ചോറ് ഊറ്റണത്. ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാട്ടോ, വാർക്കണവരുണ്ടേ, പക്ഷെ ഞങ്ങൾക്ക് അതൊരു ശീലമില്ല, ഇതാണ് ഒരു ശീലം. അതുകൊണ്ട് ഇങ്ങനെ ചോറ് വാർത്തിടും. അതുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. മറ്റേ ചില ചോറ് വാർക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയല്ലേ, ഇങ്ങനെയാകുമ്പോൾ നല്ല മണിമണിയായിട്ടുള്ള ചോറ് കിട്ടും. അപ്പോൾ ഇനി ആ അടുപ്പിൽ തീ വെറുതെ പോവണ്ടല്ലോ വിചാരിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടോ. എനിക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ആ ചെറിയ ചെമ്പിൽ കാണുന്നത്. നമ്മളെ ചോറിന് വെള്ളം വെക്കുമ്പോഴേ ഞാൻ കുളിക്കാനുള്ള വെള്ളം ആ സൈഡിൽ വെക്കും. പിന്നെ ഈ കത്തലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം കുളിക്കാനാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടാകും. പിന്നെ പ്രത്യേകിച്ച് ഒരു വെള്ളം ചൂടാക്കുമ്പോൾ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പണികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും അല്ലേ. അപ്പം ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ ചോറ് ഊറ്റൽ പിന്നെ അമ്മനെ ഏൽപ്പിച്ച് ഞാൻ ബാക്കിയുള്ളതൊക്കെ തിരുമ്പി ഞാൻ പോയി കുളിച്ച് വന്നിട്ടോ. അപ്പോഴേക്കും അമ്മയും പോയിന്ന് കുളിക്കാൻ. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി മീൻ മുറിച്ച് തന്നിട്ട് അമ്മ, ഇനി അതൊന്ന് കറി വെക്കണം. പിന്നെ ഒരു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം. ഒരു ബീട്രൂട്ടേ എടുക്കണുള്ളൂ. ഇനി അത് ഉച്ചക്കത്തേക്ക് മതി, രാത്രിയിലേക്ക് വേറെ ഉണ്ടാക്കണം. അപ്പോൾ അമ്മ മീനൊക്കെ മുറിച്ച് തന്ന് ഇനി അതൊരു മുളക് കറി ഉണ്ടാക്കണം. ഒന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അതൊക്കെ തന്നെ. അപ്പോൾ തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്തുകൊണ്ടുവന്നിന്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ ചട്ടി വേഗം അടുപ്പത്ത് വെച്ചിന്. അപ്പോൾ ഇതാ തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ഉണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ റെഡിയായി. അതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ, നല്ലോണമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഓവർ വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ വല്ലാണ്ട് വെളിച്ചെണ്ണ എടുത്താലേ ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് അതിലേക്ക് ഉലുവട്ട് പൊട്ടിച്ച് പിന്നെന്താണ് വെളുത്തുള്ളി ചതച്ച് വെച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെയാണ് നിങ്ങളൊക്കെ കറി വയ്ക്കൽ കൂട്ടുകാരെ. കറി വെച്ച് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ വലിയ എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിയിലേക്ക് ഇട്ട് പച്ചമുളക് ഇട്ട് തക്കാളി ഇട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതവിടെ കിടന്ന് വഴന്നോളൂ കേട്ടോ, കാരണം നല്ല ചൂടുള്ള വിറകാണ് കത്തുന്നത്. അതുകൊണ്ട് പേടിക്കാനില്ല, സൂപ്പറായിട്ട് കത്തും. ഞാൻ ഇങ്ങനെ കേട്ടോ ഗ്യാസ് ലാഭിക്കുക. ചോറ് വെച്ച അടുപ്പത്ത് തന്നെ ഞാൻ ഇങ്ങനെ കറി ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ഗ്യാസുമ്മൽ വല്ലാണ്ട് ഈ കറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്, കാരണം ഗ്യാസ് തീരുമോ എന്നുള്ളത്. അത് നിറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല പൈസ കൊടുക്കണം. അപ്പോൾ എന്തായാലും ചോറ് വെച്ച അടുപ്പത്ത് ഈ ഒരു പണികൾ നടക്കുമ്പോൾ അതും ഇങ്ങോട്ട് നടന്നോളൂ അല്ലേ. അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടാൻ അവിടെ ഇട്ട് കൊടുത്ത് ഇനി അതൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബീട്രൂട്ടൊന്ന് തൊലി വരണ്ടണം. പക്ഷേ അത് തൊലി വരണ്ടിയിട്ട് കിട്ടില്ല കേട്ടോ, സത്യം പറയാച്ചാൽ നല്ല റിസ്ക്. കത്തി കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി നോക്കാൻ വിചാരിച്ചാലോ കത്തി കൈക്ക് പറ്റുമോ എന്നുള്ളൊരു പേടി. എന്നാലും വേണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ കഴിയണ പോലെ ഇങ്ങനെ വലിച്ച് എടുക്കുന്നുണ്ട്. ചില ഭാഗങ്ങളൊന്നും കിട്ടില്ല, ചില ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബീട്രൂട്ടും കൂടി എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിനി. പിന്നെ വിചാരിച്ച് വേണ്ട, തിന്നില്ലെങ്കിലോ ചില ദിവസം ആരും തിന്നൂല, അപ്പോൾ വെറുതെ വേസ്റ്റ് ആകും. അപ്പം ഇനി ഉച്ചയ്ക്ക് എല്ലാവരും തിന്നിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരത്തേക്ക് ഒരു ബീട്രൂട്ടും കൂടി എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. അബി 2 ദിവസം മുന്നേ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുവന്നതാണ്. കുറേ പയറ്, കേബേജ്, ബീട്രൂട്ട്, പച്ചക്കായ, തക്കാളി, പച്ചമുളക്, കുറേ പച്ചക്കറി അങ്ങനെ വാങ്ങി കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ സംഭവമുണ്ട് കുറച്ച് ദിവസത്തിന്. അപ്പോൾ ഓൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പണികളൊക്കെ പോയി കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ ഇടയ്ക്കോ നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടേയിടും. കാരണം ഓനറിയാം ഉപ്പേരിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികം ഇങ്ങനെ വാങ്ങൽ. തക്കാളിയൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാമല്ലോ. അപ്പോൾ അത് ഓൻ വാങ്ങിക്കൊണ്ടുവന്ന സംഭവങ്ങൾ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഓരോന്നെടുത്ത് ഓരോ ദിവസം എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ ചട്ടിയിലുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മീൻ മസാല, ഞാൻ കുറേ ആയിട്ടോ മീൻ മസാല ഉപയോഗിക്കുന്നത്. എന്താവോ ആ മീൻ മസാല ഇടുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇടുമ്പോൾ നല്ലൊരു കട്ടിയൊക്കെയാണ്, ഒരു രസമാണ്. ഒരു ദിവസം 10 റുപ്യേൻ്റെ ഒരു മീൻ മസാല വാങ്ങി കൊണ്ടുപോയിട്ടതേനി. അപ്പോൾ അതൊരു രസം. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇത് വാങ്ങിപ്പിക്കും. അപ്പം അതൊക്കെ ഇട്ട് മസാലയൊക്കെ നല്ലോണം ഇളക്കി പിഴിഞ്ഞ വെള്ളം, പക്ഷേ പുളി പിഴിയണേയില്ല കേട്ടോ. ഞാൻ നേരത്തെ നല്ല ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചത്. പെട്ടെന്ന് പുളി അലിയാൻ ഞാൻ അങ്ങനെ ഇട്ടേക്കും. എല്ലാവർക്കും അറിയുന്ന ടിപ്സൊക്കെ തന്നെയാണത്, ഇത് പ്രത്യേകിച്ചൊരു ടിപ്സൊന്നുമില്ല. അങ്ങനെ ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് ഇനി ഇതിൽ വല്ല കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് നാവുമ്മൽ വെച്ച് നോക്കണം. അപ്പോൾ ലേശം ഒരു ഉപ്പിൻ്റെ കുറവ് അനുഭവപ്പെട്ട് അപ്പോൾ ഉപ്പ് അതിലിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു സാധാരണക്കാരായ വീട്ടുകാരുടെ ഒരു ചെറിയ അടുക്കള വ്ളോഗ്, വലിയ കുക്കിംഗ് വ്ളോഗ് എന്ന് പറയാൻ മാത്രമുള്ള കുക്കിംഗ് ഒന്നല്ല കേട്ടോ ഇവിടെ നടക്കുന്നത്. സത്യം പറയാച്ചാൽ ഇങ്ങനെയുള്ളൊരു കുക്കിംഗ് വ്ളോഗ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗൊന്നും ഇപ്പോൾ വല്ലാണ്ട് ഇടാത്തത്. ഞാൻ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്.
പിന്നെ പണിക്ക് പോയോണ്ടിരുന്ന സമയത്ത് ആ വീട്ടിൽ പണിക്ക് പോകുമ്പോൾ അവിടെയുള്ള ജോലികളൊക്കെയാണ് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡെയിലി വീട്ടിൽ ഇങ്ങനെയുള്ള വ്ളോഗും ഒരുപാട് കാലം ആളുകളൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മളെ ഈ വ്ളോഗുകൾ തന്നെ ആയപ്പോഴേ എല്ലാവർക്കും ഒരു ചടപ്പ്. പിന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. വ്യൂസ് ഇല്ലാണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മടുക്കുമല്ലോ വീഡിയോ ഇടാനായിട്ട്. അപ്പയ്ക്കും ചെറുതായിട്ടൊക്കെ ഒരു മടി വന്ന് പിന്നീട് ഞാനും കുറേയൊക്കെ വീഡിയോ ഇടണേന്നൊന്ന് പിൻവലിഞ്ഞ് തന്നെ പറയാം. അല്ലാണ്ട് ഈ വ്ളോഗ് ഇടയ്ക്ക് മടിയായിട്ടൊന്നുമല്ല. ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, അങ്ങേ അറ്റം വെറുക്കണവരുണ്ട്, അടയ്ക്കാൻ വരെ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും വേണ്ടിയില്ല, വീഡിയോ അങ്ങോട്ട് ഇടുക. എന്തായാലും ഒരു വരുമാന മാർഗ്ഗമാക്കി എടുത്തതല്ലേ, അപ്പം അതൊന്നും എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വ്ളോഗ് യൂട്യൂബിലിടാ വിചാരിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ഇതിന് തന്നെ ഇറങ്ങി തിരിച്ചിട്ടോ. പിന്നെ കുറേ കൂട്ടുകാരൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വീഡിയോ ഇട്ടാൽ ഞങ്ങൾ കണ്ടോളാറിഞ്ഞ് ഞാൻ നേരത്തെ വ്ളോഗ് തുടങ്ങുമ്പോഴേ പറഞ്ഞേന് കണ്ടോളാ പറഞ്ഞ കൂട്ടുകാരുണ്ട്. കാണണം കേട്ടോ, നിങ്ങൾ എല്ലാവരും കാണണേ. അപ്പോൾ അതാ മുളകൊക്കെ തിളച്ചു, വേഗം മത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടോ. ഒരു ബീട്രൂട്ട് അരിഞ്ഞപ്പം കുഴപ്പമില്ലാതെ ഉണ്ട്, പക്ഷേ അത് രാത്രിത്തേക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. ബീട്രൂട്ട് എനിക്കും നല്ല ഇഷ്ടമാണ്, ഞാനും തിന്നും. മത്തിക്കറിയും ബീട്രൂട്ട് ഉപ്പേരിയും കൂട്ടി ചോറുന്ന ഒരു രസമാട്ടോ. എനിക്ക് ആദ്യമേ ഇഷ്ടമാണ് അങ്ങനെ ഒരു ശീലം, നല്ല ഇഷ്ടമാണ്. അങ്ങനെ മുളകും ഒക്കെ സെറ്റായി നമ്മൾ മീനും ഇട്ട് കൊടുത്ത് തീ നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുക്കണ്ട. നല്ല 2 തള കളിച്ച് നമ്മളെ കറി അവിടെ ആയി. ഈ കറി ആയിട്ട് വേണം നമ്മളെ നായ്ക്കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കാൻ. ദൈവമേ വിശന്നിട്ട് പാവം. നമ്മുടെ റോക്കിമോ അടുക്കളയിലേക്ക് തന്നെയാണ് കണ്ണുള്ളത്. ഓൻ്റെ കൂട് നേരെ അടുക്കളേൻ്റെ സൈഡിലായോണ്ടേ ഓൻ്റെ കണ്ണ് ഏത് നേരം ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ചോറ് എടുക്കാൻ വേണ്ടി ഓൻ്റെ പാത്രം അങ്ങോട്ട് എടുത്താൽ ഓന് ഭയങ്കര സമാധാനം. അപ്പോൾ ഓൻ കൂട്ടുന്ന നീച്ചൊരു നടത്തമൊക്കെ ഉണ്ട്. അങ്ങനെ കറിയായി. ഇനി വേഗം ഞാൻ ചോറൊന്ന് പ്ലേറ്റിലാക്കിയിട്ട് കറി വേറെ പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ മേശമ്മൂൽ കൊണ്ടുവച്ച് ഫാൻ അങ്ങോട്ട് ഇടും. കാരണം ഓരത് ചൂടാറാൻ വേണ്ടിയിട്ടേ. അതിൻ്റെ ഇടയിൽ കൂടി ഈ പണീൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇനി അതും ചെയ്യും കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് ഓർക്ക് ചൂടാറ്റിയിട്ട് വേഗം കൊടുക്കും. അതാണ്, ഓർക്ക് ഭക്ഷണം വേഗം കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലാന്നേ. അങ്ങനെ എന്തായാലും കറി ആയപ്പോൾ ഞാൻ അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. വല്ല എരിയോ കുത്തലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. ഇവിടെ മക്കൾക്ക് വലിയ എരിവ് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നല്ലോണം എരിവ് കുറച്ചിട്ടാണ് ഇടൽ. അപ്പം ഞാൻ വീണ്ടും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനാണ്. ഉപ്പേരി അരിഞ്ഞ് വെച്ചൊക്കെ കണ്ടില്ല എല്ലാവരും. അപ്പോൾ അതാ ഇന്ന് സോയാബീനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 2 ദിവസം മുന്നേ നന്ദുമോളുള്ള സോയാബീൻ മുഴുവൻ എടുത്ത് പൊരിച്ചാഞ്ഞ്, അതുകൊണ്ടൊന്നും സോയാബീൻ പൊരിക്കാനും ഇല്ല, ഒന്നുമില്ല. വഴുതനൊക്കെ ഉണ്ട്, അത് വഴുതന ഉപ്പേരി ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞിനി നന്ദു. അവൾ അത് ഇന്നാളെടുത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. ഏതായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കി അങ്ങോട്ട് നിൽക്കാം. ഇന്ന് ഉച്ചയ്ക്കല്ലേ, ഏതായാലും ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ ആ ചീഞ്ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടട്ടെ. ഞാൻ എന്തെങ്കിലും ഫോണിലേക്ക് നോക്കണത്, ചിരിക്കണൊക്കെ ഉണ്ടല്ലോ, എന്നെ കണ്ടോട്ടെ വിചാരിച്ചിട്ടാവും അല്ലേ. എങ്ങനെയുണ്ട് കേസിൻ്റെ ചിരി, സൂപ്പറായില്ലേ? ഞാൻ വെറുതെ എന്തോ ആലോചിച്ച് ചിരിച്ചതാട്ടോ സത്യം പറയാച്ചാൽ. അങ്ങനെ നമ്മളെ ചീനച്ചട്ടിയത്തെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പം ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പില അതിലിട്ടീന് കേട്ടോ. അപ്പോൾ അത് മൊത്തം അതിലിട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി കടുകും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അതിൻ്റെ യോജിപ്പിക്കണം. അത് യോജിപ്പിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, ഒന്ന് അങ്ങോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ, കൂടുതൽ ഉപ്പിട്ട് അതിനൊരു പുളിപ്പ് വരും. ഈ ബീട്രൂട്ടിൽ നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവർ ഉപ്പാവരുത്. ഉപ്പിട്ടാൽ ഈ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു പുളിയും ഈ ഉപ്പിൻ്റെ ഒരു പുളിയാവുമ്പോഴേ ഭയങ്കര ഒരു ജാതി പുളിയാണ്. അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നേരി ഉപ്പിടുള്ളേ. അങ്ങനെ അത് റെഡിയായി. ഇനി അതൊന്ന് മൂടി വെക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം, തേങ്ങ ഇട്ടുള്ള ഉപ്പേരിയാക്കാം. അപ്പോൾ അത് ഏകദേശം ബീട്രൂട്ടിലുള്ള വെള്ളം തന്നെ ഉണ്ട് കേട്ടോ, വറ്റാണ്ട്. അത് നമ്മൾ അതിൽ നിന്ന് തന്നെ ലേശം ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ അതവിടെ വറ്റട്ടെ. ഞാൻ ലേശം തേങ്ങ അരവട്ടെ ഇതിലേക്ക് വേണ്ടിയിട്ട്. തേങ്ങ നന്ദുമോൾ ഇന്നലെ രാത്രി ചമ്മന്തിയിലേക്ക് ചിരവേൻ്റെ ബാക്കി തേങ്ങ ഉണ്ട്. അപ്പം ഞാൻ അതൊന്ന് അതിലേക്ക് ചിരവട്ടെ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താലേ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പയറിൽ, ബീട്രൂട്ടിൽ, ക്യാരറ്റിൽ, കേബേജിലൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലേ. പക്ഷെ ഞാൻ എപ്പോഴും ഇടലൊന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഇടലുള്ളൂ. നിർബന്ധമാക്കിയിട്ട് തേങ്ങ ഇടലൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഈ അടുക്കളയും ഈ വീഡിയോയും ഒക്കെ ഇഷ്ടമായ ഞങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ അതൊരു പ്രചോദനമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിന്നോ, റിനോ വീഡിയോ ഇഷ്ടമായില്ല കുറച്ചുകൂടി നന്നാക്കി ഇടുന്നോ, എന്ത് വേണേലും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടാൽ നമുക്കതൊരു സന്തോഷമാണ്. ബാഡ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ. ഓരൊക്കെ പേടിച്ച് ഞാൻ ചാനൽ നിർത്താൻ പോയാലേ അതിനേപ്പം നേരം ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ അപ്പം അതിനൊന്നും നിൽക്കില്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇനി മുന്നോട്ടേക്ക് തന്നെ. അപ്പോൾ ഇതാ തേങ്ങ
തേങ്ങ ഇട്ടപ്പോഴേക്കും എന്താ നല്ല അടിപൊളി വറ്റി വന്ന പോലെയായി. അപ്പോൾ ഈ തേങ്ങയും ഈ ബീട്രൂട്ട് ഒന്ന് സെറ്റാവണമെങ്കിൽ ഒന്ന് മൂടി വെക്കണം. ഞാൻ ഇനി മൂടി വെക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂടിയൊക്കെ വെച്ച് മൂടിയൊക്കെ തുറന്നപ്പോൾ അതാ നല്ല അടിപൊളി ഉപ്പേരി. എനിക്ക് വയ്യ, ഞാൻ ഉണ്ടാക്കിയത് കാണാൻ തന്നെ എന്തൊരു രസം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കളറ്? അങ്ങനെ നമ്മുടെ ഉപ്പേരീൻ്റെ പണി കഴിഞ്ഞ്, ചോറിൻ്റെ പണി കഴിഞ്ഞ്, കറീൻ്റെ പണി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം 1:30 കഴിഞ്ഞ്. ഇനി ചോറ് തിന്നണം. പറ്റുമെങ്കിൽ ലൈവ് ഇടണം. ഉച്ചക്കത്തെ ലൈവ് ഇടാൻ അതാണ് എനിക്ക് ചെറിയൊരു മടിയായി തുടങ്ങിയതിപ്പം. ഈ വ്ളോഗൊക്കെ ആക്കം പോലെ ചെയ്ത് വരുമ്പോഴേക്കേ നമ്മളെ സമയം അങ്ങോട്ട് പോകും. പിന്നെ ലൈവ് ചെയ്യാനാകുമ്പോഴേക്ക് ക്ഷീണം പിടിക്കും. അപ്പോൾ ഒരു ഇത്തിരി നേരം നമുക്ക് കിടക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഏതായാലും വ്ളോഗ് ഇടണം, ലൈവ് ഇടണം. ഇനി ഇതും കൂടി ഒന്ന് കഴുകി വെക്കാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ബൈ. സീ യു ഗൈസ്. ബൈ.